ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനാകെ നമുക്ക് 2 ചേരുവകൾ മതി. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പച്ചരി വേണം. 1 ഗ്ലാസ് പച്ചരി. ഇത് രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ്. ഒന്നെങ്കിൽ രാത്രി കുതിരാൻ വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ രാവിലെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ കുതിർത്ത പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും കൂടി ചേർക്കാം. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് എന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ പച്ചരി ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചോറിൻ്റെ അളവും കൂട്ടിയെടുക്കുക. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോരുത്. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഉടനെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ ഉണ്ടാക്കാം. മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. ഇനി ഈ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് മാവ് അഥവാ കട്ടിയായി പോയാൽ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ സവാളയുടെ ഒരു അരമുറി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ഒരുപാട് കളറൊന്നും മാറില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതേ മാവ് വെച്ച് തന്നെ ദോശയുടെ രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ദോശയുടെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡിലും ചെയ്യാം. 2 രീതിയിൽ ഈ ഒരു മാവ് വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എടുക്കാം. നല്ല എരിവുള്ള ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റാണ് ഈ ഒരു അപ്പം. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതേപോലെ തന്നെയാണ് ദോശയും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്